അടുത്തത് ഇൻസേർഷൻ സോർട്ട് ആണ്. അതായത് നമ്മൾ ഇതേപോലെ തന്നെ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സബ് അറേസ് ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് ഭാഗം സോർട്ടഡ് ആയി കിട്ടും, വേറെ കുറച്ച് ഭാഗം അൺസോർട്ടഡ് ആയി വരും. സിമ്പിൾ അൽഗോരിതം ആണ് ഇത്. വർക്കിംഗ് ഇങ്ങനെ നോക്കാം. ഇതാണ് നമ്മുടെ ഒറിജിനൽ അറേ എന്ന് കരുതുക. 4 3 2 10 12 1 5 6. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ആദ്യത്തെ എലമെന്റ് എടുക്കുന്നു. നമുക്ക് ഈ റെഡ് ആണ് എന്താ സോർട്ട് ചെയ്ത അറേ ആയിട്ട് ഇനി മാർക്ക് ചെയ്യാൻ പോകുന്നത്. റെഡൊക്കെ സോർട്ടഡ് ആണ്. അപ്പൊ 4 എന്ന് പറയുമ്പോൾ ഒരു എലമെന്റ് ആണ്, സോർട്ടഡ് ആണ്. അപ്പൊ 4 സോർട്ടഡ് ആക്കി. നമ്മുടെ ഇനി സോർട്ട് ചെയ്യാനുള്ള അറേയുടെ സൈസ് ഒന്ന് കുറഞ്ഞു. 3 തൊട്ട് 6 വരെയുള്ളത് അതിലത്തെ ആദ്യത്തെ എലമെന്റ് വീണ്ടും എടുത്തു. 3നെ ഇനി എങ്ങോട്ട് കൊണ്ടുവരണം, ഈ സോർട്ടഡ് ലിസ്റ്റിലോട്ട് കൊണ്ടുവരണം. അപ്പൊ ഇങ്ങോട്ട് വരുന്ന സമയത്ത് 4 എന്ത് ചെയ്യുന്നു, അവിടെ ബിഗർ വാല്യൂ ആണ്. അപ്പൊ സ്വാഭാവികമായും 3നെ നമ്മൾ എന്ത് ചെയ്യണം, 4ന്റെ മുമ്പിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഇൻസേർഷൻ സോർട്ട് എന്ന് പേര് വരാൻ കാരണം. അപ്പൊ 3നെ ഇവിടെ ഇൻസേർട്ട് ചെയ്തു. അപ്പൊ 3 4 എന്നുള്ളത് എന്തായി മാറി, സോർട്ടഡ് ആയി മാറി. ശരിയല്ലേ? അപ്പൊ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ 3 എന്നുള്ള വാല്യൂനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് സംഭവിച്ചു, ഇവിടെ വേക്കന്റ് ആയി, ഈ സ്പേസ് വേക്കന്റ് ആയി. അപ്പൊ അത് എന്നിട്ട് കമ്പയർ ചെയ്യാണ്, ആദ്യത്തെ സോർട്ടഡ് ലിസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ 4നെ നമ്മൾ ഈ 3ന്റെ സ്ഥാനത്തേക്ക് മൂവ് ചെയ്യുന്നു. അപ്പൊ ഈ 4ന്റെ സ്പോട്ട് എന്തായി, വേക്കന്റ് ആയി. അതിലോട്ട് 3നെ ഇട്ടു. 1-2 സ്റ്റെപ്പും കൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാവും. അപ്പൊ സോർട്ടഡ് ലിസ്റ്റ് ഇതായി, ഇത് അൺസോർട്ടഡ് ലിസ്റ്റ് ഈ ഭാഗം അങ്ങനെ കിടക്കുന്നു. 3 4 സോർട്ടഡ് ആയി നിൽക്കുന്നുണ്ട്. ഇനി അടുത്ത 2 നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 2നെ പുറത്തേക്ക് എടുത്തപ്പോൾ എന്ത് സംഭവിച്ചു, ഈ സ്പോട്ട് വേക്കന്റ് ആയി. 4 കമ്പയർ ചെയ്യണം. 2 ഇൻസേർട്ട് ചെയ്യപ്പെടേണ്ടതാണ്, 4നെ ഇങ്ങോട്ട് നീക്കി. അപ്പൊ ഇവിടെ വേക്കന്റ് ആയി. 3 കമ്പയർ ചെയ്യണം. അവിടെയും സോർട്ടിംഗ് ഓർഡർ തെറ്റിയിട്ടുണ്ട്. 3ന്റെ മുമ്പിലും നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. 3നെ ഇങ്ങോട്ട് നീക്കി. അപ്പൊ 4നെ ഇവിടെയാണ് സ്പേസ് വന്നത്. 4നെ ഇങ്ങോട്ട് നീക്കി, 3നെ ഇങ്ങോട്ട് നീക്കി, 2നെ തുടക്കത്തിലിട്ടു. അപ്പൊ 2 3 4 എന്തായി വന്നു, സോർട്ടഡ് ആയി വന്നു. ഒരു പ്രാവശ്യം ഒന്നും കൂടെ ഞാൻ പറയാം, പിന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പൊ സോർട്ടഡ് കിട്ടി. ഇത് അൺസോർട്ടഡ് ആണ്. അടുത്ത എലമെന്റ് എടുത്തു എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ പുറത്തോട്ടിട്ടു. അപ്പൊ ഇവിടെ വേക്കന്റ് സ്പേസ് ആയി. 4 കമ്പയർ ചെയ്തു, ഒന്നും ചെയ്യാനില്ല. അപ്പൊ ഇതുവരെയുള്ള എന്താണ്, സോർട്ടഡ് ആണല്ലോ. പിന്നെ ബാക്കിയൊന്നും കമ്പയർ ചെയ്യണമെന്നില്ല, കാരണം 4നേക്കാളും ചെറുതാണ് ഇങ്ങോട്ടുള്ളത് മുഴുവൻ. അപ്പൊ നമ്മൾ 10നെ അവിടെ തന്നെ കീപ്പ് ചെയ്തു. സ്പേസ് അവിടെയാണ് ഫോം ചെയ്തത്, ആ സ്പേസിലോട്ട് പുറത്തേക്ക് എടുത്തതിന് അവിടെ തന്നെ ഇട്ടു. അപ്പൊ ഇവിടെ നമ്മളൊന്നും ചെയ്തില്ല, അതുകൊണ്ടാണ് ഈ കളറ് വ്യത്യാസമില്ലാതെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താ, ഇതാണ് അല്ലെ. അതിൻ്റെ കൂടെ 12 വന്നപ്പോഴും വ്യത്യാസങ്ങളൊന്നുമില്ല. ഇനി 1 വരുമ്പോൾ വ്യത്യാസം വരുന്നു. അപ്പൊ ഇത് സോർട്ടഡ് ലിസ്റ്റ് ആയി, ബാക്കിയുള്ളത് അൺസോർട്ടഡ് ആണ്. 1നെ ഇവിടെ സ്പേസ് വന്നു. 1ഉം 12ഉം കമ്പയർ ചെയ്തു, 12നെ ഇങ്ങോട്ട് മൂവ് ചെയ്തു. 1ഉം 10ഉം കമ്പയർ ചെയ്തു, 10നെ ഇങ്ങോട്ട് മൂവ് ചെയ്തു. 1ഉം 4ഉം കമ്പയർ ചെയ്തു, 4നെ ഇങ്ങോട്ട് മൂവ് ചെയ്തു. 1ഉം 3ഉം കമ്പയർ ചെയ്ത് 3നെ ഇങ്ങോട്ട് മൂവ് ചെയ്തു. 1ഉം 2ഉം കമ്പയർ ചെയ്ത് 2നെ ഇങ്ങോട്ട് മൂവ് ചെയ്തു. ഇവിടെ സ്പേസ് വന്നു, അവിടെ 1നെ പ്ലേസ് ചെയ്തു. ഇതുപോലെ ഇൻസേർട്ട് ചെയ്യുന്നതിനെയാണ് ഇൻസേർഷൻ സോർട്ട് എന്ന് പറയാം. അപ്പൊ എല്ലാ തവണയും ഫ്രണ്ടിൽ തന്നെ വരണമെന്നൊന്നുമില്ല. നമ്മുടെ കേസിലൊക്കെ ഫ്രണ്ടിലാണ് വന്നത്. ചില സമയമൊക്കെ എന്ത് വരാം, ഇടയ്ക്കും വാല്യൂസ് വരും. ഇപ്പൊ ഉദാഹരണത്തിന് ഈ 6 വന്നത് എവിടെയാണ്, 10ന്റെ ഇടയ്ക്കാണ് അല്ലെ. അതുകൊണ്ടാണ് ഇതിനെ ഇൻസേർഷൻ എന്ന് പറയാൻ കാര്യം. അതാണ് ഇൻസേർഷൻ സോർട്ട്. അടുത്തത് ക്വിക്ക് സോർട്ട് ആണ്. ഏറ്റവും നല്ല സോർട്ടിംഗ് ടെക്നിക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കുറച്ച് കോംപ്ലിക്കേറ്റഡ് സോർട്ടിംഗ് ആണ്. എന്തായാലും ലിസ്റ്റുകളൊക്കെ വലുതാവുന്ന സമയത്ത് ബാക്കി ഇതിനെ അപേക്ഷിച്ചുള്ള ബാക്കി സോർട്ടിംഗ് ടെക്നിക്കുകളൊക്കെ ആയി കമ്പയർ ചെയ്യുമ്പോൾ 2 മടങ്ങും 3 മടങ്ങും വരെ സ്പീഡിൽ വർക്ക് ചെയ്യുന്ന സോർട്ടിംഗ് ടെക്നിക്കാണിത്. അതുകൊണ്ടാണ് ആ പേര് വരാൻ കാര്യം, ക്വിക്ക് സോർട്ട്. ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒറിജിനൽ ലിസ്റ്റിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എവിടെ ഡിവിഷൻ വരുന്നോ, നമ്മൾ സബ് അറേസ് ഫോം ചെയ്യുന്നോ, അപ്പൊ അതിനെ നമ്മൾ ഡിവൈഡ് ആൻഡ് കോൺകർ എന്നുള്ള മെത്തേഡിൽ ഉൾപ്പെടുത്തും. അപ്പൊ ഇവിടെ ചെയ്യുന്നത് ഇങ്ങനെയാണ്. പല രീതിയിൽ നമുക്ക് ചെയ്യാം. സോർട്ടിങ്ങിന്റെ തന്നെ പല വേർഷൻസ് അവൈലബിൾ ആണ്. ഒരു എലമെന്റ് നമ്മൾ തിരഞ്ഞെടുക്കണം. ഈ ലിസ്റ്റിലെ ഒരു എലമെന്റ് തിരഞ്ഞെടുക്കണം. അത് ആദ്യത്തെ എലമെന്റ് ആവാം,
ഇടയ്ക്കുള്ള എലമെന്റ് ആവാം, അവസാനത്തതാവാം, അതല്ലെങ്കിൽ ഇതിന്റെയൊക്കെ മീൻ എടുത്തിട്ട് ആ എലമെന്റ് ആവാം. അങ്ങനെ ഏത് വേണമെങ്കിലും എടുക്കാം. ആ സെലക്ട് ചെയ്യുന്ന എലമെന്റിനെ പിവട്ട് എലമെന്റ് അല്ലെങ്കിൽ പിവട്ട് വാല്യൂ എന്നാണ് പറയുക. ഈ താഴെ പറയുന്നതിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഏറ്റവും അവസാനത്തെ വാല്യൂ ഏതെടുത്താലും വ്യത്യാസങ്ങളൊന്നുമില്ല. അവസാനത്തെ വാല്യൂ പിവട്ടായി കൺസിഡർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ എക്സ്പ്ലനേഷനിൽ ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് സോർട്ട് ചെയ്യേണ്ട ലിസ്റ്റ് എന്ന് കരുതുക. സാധാരണ ക്വിക്ക് സോർട്ട് എഫക്റ്റീവ് ആവുന്നത് ഈ ലിസ്റ്റിന്റെ വലിപ്പം വളരെ വലുതാവുമ്പോഴാണ്. നമ്മൾ എക്സ്പ്ലനേഷന് വേണ്ടി ചെറുതൊന്നും എടുത്തു എന്ന് കരുതുക. അപ്പൊ 70 ആണ് പിവട്ട് വാല്യൂ. ഇനി ചെയ്യേണ്ടത് ഇതാണ്, നമ്മുടെ ഈ ഒറിജിനൽ അറേയെ എന്താക്കണം, സബ് അറേസ് ആക്കി മാറ്റണം. ഈ 70നെ വെച്ചുകൊണ്ട് പാർട്ടീഷൻ ചെയ്യണം എന്നർത്ഥം. അപ്പൊ പാർട്ടീഷനിങ് മെത്തേഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 70 എടുത്തു, 70നേക്കാൾ ചെറിയ വാല്യൂസിനെ മുഴുവൻ ഇടത്ത് പ്ലേസ് ചെയ്യുക, 70നേക്കാൾ വലിയ വാല്യൂസ് മുഴുവൻ വലത്തേക്ക് വെക്കുക. അപ്പൊ 70ന് എന്ത് സംഭവിച്ചു, എന്താണ് സോർട്ടഡ് ആയി വരേണ്ട ലിസ്റ്റ്, അതില് 70ന്റെ വാല്യൂ കറക്റ്റായി പ്ലേസ് ആക്കപ്പെട്ടു, അല്ലെ, പ്ലേസ് ചെയ്യപ്പെട്ടു. ശരിയല്ല. അപ്പൊ പിവട്ട് എലിമെന്റ് ഓരോ സ്റ്റെപ്പിലും എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ കറക്റ്റ് ലൊക്കേഷനിൽ എത്തിപ്പെടുന്നുണ്ട് എന്നർത്ഥം. അപ്പൊ എന്ത് സംഭവിച്ചു, 70ന്റെ താഴെയുള്ള വാല്യൂസ് ആണ് ഇത് മുഴുവൻ, 70ന്റെ മുകളിലുള്ള വാല്യൂസ് ആണ് ഇത് മുഴുവൻ. അപ്പൊ 70 യഥാർത്ഥ സ്ഥാനത്ത് എത്തി. ഇനി നമ്മൾ പോകുന്നു, സബ് അറേ കൺസിഡർ ചെയ്യുന്നു. അതിലും ഒരു മെത്തേഡ് നമ്മൾ ലാസ്റ്റ് എന്ന് ഫോളോ ചെയ്ത എല്ലാത്തിനും ലാസ്റ്റ് തന്നെ എടുത്തോണം. അപ്പൊ 50 ആണ് നമ്മുടെ എന്ത് വാല്യൂ, പിവട്ട് വാല്യൂ എന്ന് പറയുന്നത്. 50നേക്കാൾ ചെറുത് മുഴുവൻ ഇടത്ത് വരണം, 50നേക്കാൾ വലുത് മുഴുവൻ വലതു ഭാഗത്തും ഇടുക. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്തായി, 50 അതിൻ്റെതായ പൊസിഷനിൽ എത്തി. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 10, 30, 40 ഈ വാല്യൂസ് മുഴുവൻ 50നേക്കാൾ ചെറുതാണ്, അത് ഇടത് വന്നു. 50ന്റെ മുകളിലിടാൻ ഒന്നുമില്ല. ശരിയല്ലേ? അപ്പൊ 50 ശരിയായി. ഇനി താഴോട്ട് വന്നു. ഇനി സോർട്ട് ചെയ്യാനുള്ളത് 10, 30, 40 ആണ്. വീണ്ടും അവസാനത്തത് എടുത്തു, 10, 30 ഇടത്തേക്ക് കൊണ്ടുവന്നു, 40ന്റെ വലത്തേക്ക് ഒന്നും ഇടാനില്ല. അപ്പൊ അതങ്ങനെയായി. വീണ്ടും 10, 30ലെ ഏറ്റവും അവസാനമുള്ള 30 എടുത്തു, 10 മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ 10 സോർട്ടഡ് ആയി. 10, 30 ഈ ഇത് പിവട്ട് എടുത്തപ്പോ തന്നെ 30 സോർട്ടഡ് ആയി. അപ്പൊ 10, 30, 40 ഇതൊക്കെ സോർട്ട് ചെയ്ത് വന്നു. ഇവിടെ സോർട്ടഡ് ആയി വന്നു. അപ്പൊ 70ന്റെ ഇടത് ഭാഗത്തുള്ളത് മുഴുവൻ സോർട്ടഡ് ആയി. ഇനി 70ന്റെ വലത്തേക്ക് പോവുക. 90ഉം 80ഉം കൺസിഡർ ചെയ്യുമ്പോൾ റൈറ്റ് വാല്യൂ പിവട്ട് ആയിട്ട് എടുത്തു. അതിന്റെ ഇടതുവശത്ത് ഒന്നും ഇടാനില്ല, ചെറുതൊന്നുമില്ല. വലതുവശത്ത് 90 ഇട്ടു. ഇനി 90നെ എടുത്തു, പിവട്ടായിട്ട് അത് തന്നെ എടുക്കാനുള്ളൂ. 1 എന്നുള്ളത് സോർട്ടഡ് ആണ് ഓൾവേസ്. അപ്പോ 90 സോർട്ടഡ് ആയി, 80 സോർട്ടഡ് ആയി എന്ന് പറഞ്ഞാൽ 70ന്റെ റൈറ്റ് സൈഡിലുള്ളതും സോർട്ടഡ് ഫോമിലായി. അപ്പൊ നമ്മൾ ഈ ഒറിജിനൽ അറിയാൻ നോക്കിക്കഴിഞ്ഞാൽ സോർട്ടഡ് ആയിട്ട് കിട്ടും. ഈ മെത്തേഡാണ് ക്വിക്ക് സോർട്ട് എന്ന് പറയുന്ന ഒരു പിവട്ട് വാല്യൂ. എവിടുന്നെങ്കിലും ഒരു സ്ഥലത്തു നിന്ന് എടുക്കുക, റാൻഡമായിട്ട് എടുക്കാം എങ്കിൽ അതിനെ മുഴുവൻ ഫോളോ ചെയ്തോണം. ഫസ്റ്റ് എടുക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും ഫസ്റ്റ് എടുത്തോണം. മീൻ വാല്യൂ എടുക്കുകയാണെങ്കിൽ അത് അതേപോലെ ഫോളോ ചെയ്യണം. ഈ എക്സാമ്പിളിൽ നമ്മൾ കൺസിഡർ ചെയ്തത് പിവട്ട് വാല്യൂ ആയി ലാസ്റ്റ് എലമെന്റിനെയാണ്. അവിടെ ചെയ്യേണ്ടത് ഇത്രമാത്രം, ലാസ്റ്റ് എലമെന്റിന്റെ ചെറുത് മുഴുവൻ ലെഫ്റ്റ് സൈഡിലിടുക, വലുത് മുഴുവൻ റൈറ്റ് സൈഡിലിടുക. അതായത് ഒറിജിനൽ അറേനെ നമ്മൾ എന്താക്കി, 3 പാർട്ടീഷൻ ആക്കി. ഒന്ന് പിവട്ട് വാല്യൂ, ഇടതുവശത്ത് ചെറിയ വാല്യൂസ് ഉള്ള ചെറിയ അറേ, വലതുവശത്ത് വലിയ വാല്യൂ ഉള്ള ചെറിയ. പല സ്റ്റെപ്പുകളിൽ എന്ത് സംഭവിക്കാം, നൾ അറേ ആയിട്ടുണ്ടാവാം. വാല്യൂസ് ഒന്നും വലുതില്ലെങ്കിൽ അല്ലെങ്കിൽ ചെറുതില്ലെങ്കിൽ ആ ഭാഗത്തൊക്കെ നള്ള് വരാം. അപ്പൊ അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല എന്നർത്ഥം. ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന സോർട്ടിംഗ് ടെക്നിക്കാണ് ക്വിക്ക് സോർട്ട്. ഒരു മെത്തേഡിലൂടെ നമുക്ക് നോക്കാം, മേർജ് സോർട്ട്. മേർജിംഗ് എന്ന് പറഞ്ഞാൽ കൂട്ടി യോജിപ്പിക്കുക. അപ്പൊ സോർട്ടഡ് ആയിട്ടുള്ള അറേകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചെറിയ അറേകളെ മെർജ് ചെയ്ത് ഒരു വലിയ അറേ ആയി മാറ്റുന്നു. അപ്പൊ ചെറിയ അറേകൾ സോർട്ടഡ് ആവണം. ആ സോർട്ടഡ് ആയിട്ടുള്ള അറേകൾ മെർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു സോർട്ടഡ് അറേ കിട്ടും. അതാണ് ഇവിടെ ഉപയോഗിക്കുന്ന മെത്തേഡ്. മെർജിംഗ് എന്ന് പറഞ്ഞാൽ കമ്പൈൻ ചെയ്യാം. അപ്പൊ അങ്ങനെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മെർജ് എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് ലെഫ്റ്റ് മോസ്റ്റ് വാല്യൂ, ഇതൊരു സബ് അറേ ആണ്, സോർട്ടഡ് ആണ്. ഇത് വേറൊരു സബ് അറേ ആണ്, സോർട്ടഡ് ആണ്. അത് മെർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ്, ഏറ്റവും റൈറ്റ് മോസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് ഉണ്ടെങ്കിൽ ഈ എല്ലിന് മാറുന്നൊക്കെ വാല്യൂസ് അതുപോലെ മാറി വരാം. നമ്മൾ എം എന്നൊരു ലൊക്കേഷൻ എടുക്കുകയാണെങ്കിൽ എൽ തൊട്ട് എം വരെ ഒരു സോർട്ടഡ് സബ് അറേ,
തൊട്ടടുത്ത് തന്നെ m+1 തൊട്ടിട്ട് 6 വരെ അടുത്ത സോർട്ടഡ് അറേ. അപ്പൊ എമ്മും നമ്മൾ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഈ എമ്മും m+1 എന്തായി വന്നു, അടുത്തടുത്ത ഇൻഡെക്സുകളിൽ വന്നു. ഈ പറഞ്ഞ ഡെഫിനിഷൻ ഞാൻ എന്ത് ചെയ്തു, ഒന്ന് ഫിഗർ ആക്കി റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. മെർജിങ് മെത്തേഡാണ്. അപ്പോൾ ഈ ഓരോ ചെയ്യുന്ന പ്രോസസ്സുമാണ് ഈ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത്. ആ സീക്വൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. കാരണം ആദ്യം ഇത് ചെയ്യുക, പിന്നെ ഇത്, പിന്നെ ഇത്, പിന്നെ ഇത്, അത് കഴിഞ്ഞാൽ ഇത്, അത് കഴിഞ്ഞാൽ ഇത്. അപ്പൊ ഈ സീക്വൻസ് നമ്പർ നോക്കിയാൽ മതി, ആ ഓർഡറിലാണ് പ്രോസസ്സിംഗ് പോകും. അപ്പൊ ആദ്യം എന്ത് ചെയ്യുന്നു, ആദ്യം ചെയ്യുന്ന ഇതാണ്. ഇത് നമുക്ക് ചെയ്യേണ്ട ഒറിജിനൽ അറേ ഇതാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇതിനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യണം. ഏകദേശം മിഡിലെടുക്കാം. ഓഡ് നമ്പർ ആണെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഏതെങ്കിലും ഒരു സൈഡിൽ ഒരെണ്ണം കൂടുതൽ എടുക്കാം, മറ്റേ സൈഡിൽ അത് ഏതെടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഒന്നുകിൽ ഇടതുവശത്ത് ഇപ്പൊ 7 എലമെന്റ്, ഇതിൽ എത്ര വരണം, 1 2 3 4 5 6 7 വരുന്നത്. ഇടതുവശത്ത് 4, വലതുവശത്ത് 3 എന്ന് എടുക്കാം. അല്ലെങ്കിൽ ഇവിടെ 3, ഇവിടെ 4 എന്ന് എടുക്കാം. എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ ഇതുപോലെ കറക്റ്റായി നമുക്ക് ഡിവിഷൻ കിട്ടില്ല. ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ ഒരേപോലെ കിട്ടും. നമുക്കതിവിടെ വിഷയമുള്ള കാര്യങ്ങളല്ല. എന്ത് ചെയ്യുന്നു, നമ്മളതിനെ ഡിവൈഡ് ചെയ്തു, പാർട്ടീഷൻ ചെയ്തു, സബ് അറേകൾ ഫോം ചെയ്തു. 7 എണ്ണത്തിന് 4 3 എന്ന് എടുത്തു. അപ്പൊ ആദ്യം നമ്മൾ ഈ സൈഡിലോട്ട് പോവുകയാണ്. രണ്ടാമത് ഇനി സോർട്ട് ചെയ്യേണ്ടത് ഈ അറേയാണ്. അവിടെയും നമ്മൾ മെർജ് സോർട്ട് തന്നെ ചെയ്യുന്നു. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. 38 27 ഡിവൈഡ് ചെയ്തു. ബാക്കിയുള്ള ഭാഗം 43 3 ആണ്. നമ്മൾ വീണ്ടും ഇതിലോട്ട് പോകുന്നു. ഓരോ ഡിവിഷനിലും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏതാണോ അതേ ഓർഡറിലാണ് പോകുന്നത്. അപ്പൊ ഈ ലെഫ്റ്റ് എടുത്തു 1, ഈ ലെഫ്റ്റ് എടുത്തു 2, ഇങ്ങോട്ട് വന്നു. ഇനി ഇതിന്റെ ലെഫ്റ്റ് എടുത്തു 38. 38ന് എന്ത് സംഭവിച്ചു, ഒരു എലമെന്റേ ഉള്ളൂ. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാനൊന്നുമില്ല, അത് സോർട്ടഡ് ആയി അല്ലെ, സോർട്ടഡ് ആയി. ലെഫ്റ്റിനെ സോർട്ട് ചെയ്തു. ഇനി ബാക്കിയുള്ളത് എന്താണ്, റൈറ്റ്. അവിടെ ഒരു എലമെന്റേ ഉള്ളൂ, റൈറ്റും സോർട്ടഡ് ആയി. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് സംഭവിച്ചു, 4 5 2 സോർട്ടഡ് അറേകൾ കിട്ടി. അപ്പൊ സോർട്ടഡ് അറേ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, മെർജിങ്ങിനെ വിളിക്കാം. മെർജ് ചെയ്യുമ്പോൾ 27 38 കൂടി മെർജ് ചെയ്യുന്നു. മെർജ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, അതിനെ സോർട്ട് ചെയ്ത് ആണ് ആ അൽഗോരിതം ചെയ്യുന്ന എന്താണ്, സോർട്ട് ചെയ്യാണ് ചെയ്യുക. അപ്പൊ 27 38 വന്നു കഴിഞ്ഞാൽ 27 38 കൂടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തു. അല്ലാതെ വെറുതെ ഇതിനെ ചേർത്ത് വെച്ചാൽ പോരാ. ചേർക്കുന്ന സമയത്ത് സോർട്ടഡ് വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്ത് എന്ത് ചെയ്യണം, അതിനെ യഥാസ്ഥാനങ്ങളിൽ പ്ലേസ് ചെയ്യണം. അപ്പൊ 27 38 മെർജ് ചെയ്യുന്ന സമയത്ത് വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് 6ാമത്തെ സ്റ്റെപ്പ്. ആയപ്പോ എന്തായി, നമ്മുടെ ഇത് മെർജ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇങ്ങോട്ട് പോകണം. 6 കഴിഞ്ഞാൽ ഇതിന്റെ ഒരു റൈറ്റ് സൈഡ് ഉണ്ടല്ലോ, ആ ഭാഗം തൊട്ടിട്ടില്ല. അപ്പൊ 7ാമത്തെ ഇവിടെ വന്നു. 2 എലമെന്റ് ഉണ്ട്, നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. 2 അറേകളാക്കി 43 3. അപ്പൊ ഇതാണ് 8ാമത്. ഇടതോട്ട് പോയി. 8ന് ഒരു എലമെന്റ് ആയതുകൊണ്ട് സോർട്ടഡ് ആണ്. നേരെ ഇങ്ങോട്ട് വന്നു, ഒരു എലമെന്റ് ആയതുകൊണ്ട് സോർട്ടഡ് ആണ്. സോർട്ടഡ് അറേകൾ കിട്ടി. ഇനി മെർജ് ചെയ്യണം. മെർജ് ചെയ്യുമ്പോൾ 43 3. ഇവിടെ എന്ത് വേണ്ടി വന്നു, മെർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ 4 എലമെന്റ്സ് നമുക്ക് ഇവിടെ സോർട്ടഡ് ആയി കിട്ടി അല്ലെ. മെർജ് ചെയ്തപ്പോ നമുക്ക് എങ്ങനെ കിട്ടി, ഇത് മെർജ് ചെയ്തപ്പോ എങ്ങനെ കിട്ടി, സോർട്ടഡ് ആയി കിട്ടി. ഇവിടെയും മെർജ് ചെയ്തപ്പോ സോർട്ടഡ് ആയി കിട്ടി. അപ്പൊ 2 അറേകൾ ഇവിടെ സോർട്ടഡ് ആയിട്ട് വന്നു. ഇനി നമ്മൾ വീണ്ടും അതിനെ മെർജ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് 10 കഴിഞ്ഞ് 11 ഇത് വരാൻ കാര്യം. അപ്പൊ 4 എലമെന്റ് സോർട്ടഡ് ആയി കിട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് തുടങ്ങി ഈ 4 എലമെന്റിനെ നമ്മൾ സോർട്ട് ചെയ്തു. ഇനി ഇതിന്റെ റൈറ്റ് സൈഡിലോട്ട് പോവാണ്. അപ്പൊ ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലോട്ടാണ് വരുന്നത്. 9 82 എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്യണം. 2 എണ്ണം ഒന്ന് ഓഡ് നമ്പർ ആയതുകൊണ്ട് 2ഉം 1 ആക്കി സ്പ്ലിറ്റ് ചെയ്തു. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ 9 82 വീണ്ടും സ്പ്ലിറ്റ് ചെയ്തു. 9ഉം 82 ആക്കി. അപ്പൊ ഇത് സോർട്ടഡ് ആയി മെർജ് ചെയ്തു. 9 82 കിട്ടിയല്ലോ. ഇനി ഇങ്ങനെ പോയി ഇവിടെയൊക്കെ ക്ലീൻ ആയി റൈറ്റിലോട്ട് വന്നു. 10 ഓൾറെഡി ഒരു എലമെന്റ് ആയത് കാരണം മെർജ്ഡ് ആണ്, അല്ല സോർട്ടഡ് ആണ്. അപ്പൊ അതിന് മെർജ് ചെയ്യാനൊന്നുമില്ല, നമുക്ക് 10 എന്നുള്ളത് കിട്ടി. ഇനി ഇതും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം, മെർജ് ചെയ്യാം. മെർജ് ചെയ്തപ്പോ ഇതുപോലെ കിട്ടി. 9 10 82 എന്ന് മെർജ് ചെയ്ത് കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ ഒരു സോർട്ടഡ് ലിസ്റ്റ് കിട്ടി, ഈ ഭാഗത്തും സോർട്ടഡ് ലിസ്റ്റ് കിട്ടി. അതിനെന്ത് ചെയ്യണം, 2 സോർട്ടഡ് ലിസ്റ്റ് കിട്ടിയാൽ പിന്നെ ചെയ്യേണ്ടത് മെർജ് ചെയ്യുക എന്നുള്ളതാണ്.
ഇനി സോർട്ടഡ് ആയിട്ടുള്ള സബ് അറേസിനെ നമുക്ക് എങ്ങനെയാണെന്ന് കമ്പൈൻ ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ ഇതൊരു സോർട്ടഡ് അറേ, ഇത് വേറൊരു സോർട്ടഡ് അറേ. അപ്പൊ ഇത് രണ്ടും നമുക്ക് കമ്പൈൻ ചെയ്യണം അല്ലെങ്കിൽ മെർജ് ചെയ്യണം. മെർജ് ചെയ്യുമ്പോൾ രണ്ടിലത്തെയും മിനിമം വാല്യൂസ് എടുക്കുക. സോർട്ടഡ് ആയതുകൊണ്ട് നമ്മൾ ഓരോ സ്റ്റെപ്പ് പോകുമ്പോഴും തൊട്ടടുത്ത വാല്യൂ മിനിമം ആയിട്ട് കിട്ടും. അപ്പൊ ഇവിടെ 3, ഇതിലത്തെ 9 രണ്ടും കൂടെ കമ്പയർ ചെയ്താൽ മിനിമം ഒരെണ്ണം കിട്ടുമല്ലോ. ആ മിനിമത്തിനെ നമ്മുടെ ഒറിജിനൽ സോർട്ടഡ് അറേയിലേക്ക് ഇടുക. അപ്പൊ 3 ഇങ്ങോട്ട് വന്നത്, 9 ഇവിടെ നിൽക്കുന്നുണ്ട്. അടുത്ത എലമെന്റ് എടുക്കുക, 27 9 കമ്പയർ ചെയ്താൽ 9 വരേണ്ടത്, 9 ഇങ്ങോട്ട് ഇട്ടു. 27 10 10 ചെറുത്, അതുകൊണ്ട് 10 വന്നു. 27 82 27 ചെറുത്, അപ്പൊ 27 വന്നു. ഇവിടുത്തെ 3 27 കഴിഞ്ഞു, ഇവിടുത്തെ 9 10 കഴിഞ്ഞു. 38 82 38 വന്നു. 43 82 43 വന്നു. 82 ഇങ്ങോട്ട് ഇട്ടു. അങ്ങനെയാണ് സോർട്ടഡ് ആയിട്ടുള്ള അറേകളെ മെർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കമ്പാരിസൺ വഴി കമ്പയർ ചെയ്ത് മിനിമത്തിനെ ഫില്ല് ചെയ്തുകൊണ്ട് ഒരു ലാർജർ അറേയെ ഉണ്ടാക്കിയെടുക്കുക. ഇതിനെ മെർജിങ് ടെക്നിക് എന്ന് പറയുന്നു. അപ്പൊ എങ്ങനെയും സോർട്ട് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഒരു ലിസ്റ്റിനെ സോർട്ട് ചെയ്ത് എടുക്കാം.